നമസ്കാരം, ഞാൻ മരിയ. ഹൈ സ്ലീപ്പ് മാട്രസസ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംപ്സ്. അണ കെട്ടാൻ അനുമതി തേടി. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാമിന് അനുമതി തേടി കേരളം. അണ കെട്ടാനുള്ള ആവശ്യമുന്നയിച്ച് കേരളം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് അപേക്ഷ നൽകി. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ടിനുള്ള സ്ഥലത്തിന്റെ 10 കിലോമീറ്റർ ചുറ്റളവിൽ പരിസ്ഥിതി പഠനത്തിനുള്ള ശുപാർശ വനം പരിസ്ഥിതി മന്ത്രാലയം പരസ്യപ്പെടുത്തിയത് കഴിഞ്ഞ ഡിസംബർ 3-ന്. വന്യജീവി ബോർഡിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ പരിസ്ഥിതി ആഘാത പഠനം നടത്താനുള്ള കേരള നീക്കത്തിൽ തമിഴ്നാടിന് കടുത്ത പ്രതിഷേധം. പഠനത്തിന് അനുമതി നൽകരുതെന്നാവശ്യപ്പെട്ട് തമിഴ്നാടിന്റെ ഹർജി സുപ്രീം കോടതിയിൽ. മുല്ലപ്പെരിയാർ കേസ് അടിയന്തരമായി പരിഗണിക്കണം എന്നാവശ്യപ്പെട്ട് തമിഴ്നാട് സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളിയത് കഴിഞ്ഞ ദിവസം. ഹർജി പരിഗണിക്കുന്നത് വേനൽ അവധിക്ക് ശേഷം. ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുന്നതാണ് ഉചിതമെന്നും കോടതി. അഴിമതിയിൽ വേദനയോടെ. എല്ലാ മേഖലയിലും അഴിമതി പടരുകയാണെന്ന് AK ആന്റണി. തദ്ദേശ സ്ഥാപനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അഴിമതി വർദ്ധിക്കുന്നു. സർക്കാർ ജീവനക്കാർ മുന്നിട്ടിറങ്ങിയാൽ അഴിമതി തടയാനാകുമെന്നും ആന്റണി. അഴിമതിയിൽ ഏതെങ്കിലും വകുപ്പിനെ മാറ്റി നിർത്തുന്നില്ല. കേരളത്തിൽ ബാറുകൾ പൂട്ടിയപ്പോൾ കുടുംബ ബാറുകളുടെ എണ്ണം കൂടിയെന്ന് ആന്റണിയുടെ ആക്ഷേപം. അഴിമതി നടത്തുന്നവർ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. നിയമത്തിന്റെ പിടിയിൽ നിന്ന് അവർ രക്ഷപ്പെട്ടേക്കും. പക്ഷേ ജനങ്ങളുടെ മനസ്സിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. ജനാധിപത്യത്തിന്റെ കരുത്ത് ജനങ്ങളുടെ വിശ്വാസമാണ്. രാഷ്ട്രീയ പ്രവർത്തകർ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കണമെന്നും ഉമ്മൻചാണ്ടി. ആന്റണി പറഞ്ഞത് ശരിയെന്ന് രമേശ് ചെന്നിത്തല. വഴുതി വീഴുന്ന പാമോലിൻ. പാമോലിൻ കേസിൽ ചീഫ് സെക്രട്ടറി ജിജി തോംസണിന് തിരിച്ചടി. ജിജി തോംസണിനെതിരെ ഗൂഢാലോചനാ കുറ്റം ചുമത്താമെന്ന് സുപ്രീം കോടതി. കുറ്റവിമുക്തനാക്കണമെന്ന ഹർജി ഇപ്പോൾ പരിഗണിക്കേണ്ടെന്നും കോടതി. പ്രോസിക്യൂട്ട് ചെയ്യാൻ കേന്ദ്രം അനുമതി നൽകിയിട്ടില്ലെന്ന തോംസണിന്റെ വാദം കോടതി പരിഗണിച്ചില്ല. പ്രോസിക്യൂഷന് സംസ്ഥാന സർക്കാരിന്റെ അനുമതിയുണ്ടെന്ന് കോടതി വിശദീകരണം. സുപ്രീം കോടതി വിധി വിചാരണ കോടതി വിധിക്ക് എതിരായ ഹർജിയിൽ. പാമോലിൻ കേസിൽ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന തോംസണിന്റെ ആവശ്യം വിചാരണ കോടതി നേരത്തെ തള്ളിയത് ജനുവരി 9-ന്. കോടതി വിധിയുടെ വിശദാംശങ്ങൾ അറിഞ്ഞ ശേഷം പ്രതികരിക്കാമെന്ന് ജിജി തോംസൺ. നിയമത്തിന്റെ നൂൽപ്പാലം കടന്ന് മദനി കേരളത്തിലേക്ക്. ബംഗളൂരു സ്ഫോടന കേസിൽ മദനിക്ക് ജാമ്യവ്യവസ്ഥയിൽ ഇളവ്. ചികിത്സയിൽ കഴിയുന്ന അമ്മയെ കാണാൻ 5 ദിവസത്തെ ജാമ്യം. ജാമ്യവ്യവസ്ഥയിൽ ഇളവ് വേണമെന്ന ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചു. സുരക്ഷ ഒരുക്കേണ്ടത് കർണാടക പോലീസ്. വിചാരണ നീളുന്നതിൽ കോടതിക്ക് അതൃപ്തി. വിചാരണ വൈകിയതിന്റെ കാരണം വ്യക്തമാക്കാൻ വിചാരണ കോടതിക്ക് നിർദ്ദേശം. മദനി നാളെ കേരളത്തിലെത്തുമെന്ന് അഭിഭാഷകൻ. യാത്രാ വിവരങ്ങൾ നാളെ കോടതിയെ അറിയിക്കും. കേരളത്തിലെത്തുന്നത് വിമാനമാർഗമെന്നും അഭിഭാഷകൻ. ജാമ്യവ്യവസ്ഥയിൽ ഇളവ് ലഭിച്ചെങ്കിലും കോടതിയുടെ പ്രത്യേക നിരീക്ഷണം തുടരും. വിചാരണ പൂർത്തിയാക്കാൻ 2 വർഷം എടുക്കുമെന്ന് ബംഗളൂരു പ്രത്യേക കോടതി. ഹൈ സ്ലീപ്പ് മാട്രസസ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംപ്സ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.